തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. നാം ജീവിക്കുന്ന കാലഘട്ടം അന്ത്യകാലഘട്ടമാണെന്ന് ഏവരും പറയാറുണ്ട്. ദൈവവചനം നമ്മെ ബോധ്യമാക്കുന്നത് ഇത് സഭാകാലമാണ്, അഥവാ പുതിയ നിയമസഭയുടെ കാലഘട്ടമാണ്. ദൈവത്തിന്റെ കൃപയാൽ വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷ സൗജന്യമായി നൽകുന്നതിനാൽ ഇതിനെ കൃപായുഗം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ തന്നെ ഈ യുഗം മുഴുവനും അന്ത്യകാലം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 2:17 അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന യോവേൽ പ്രവചനം പെന്തക്കോസ്ത് നാൾ തുടങ്ങിയ ആത്മപകർച്ചയിലൂടെ നിറവേറുന്നു എന്ന് പത്രോസ് പ്രസംഗിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഒരേ സമയം ഇത് സഭായുഗവും അന്ത്യകാലവുമാണ് എന്നാണ്. ഒരു വശത്ത് ദൈവകൃപയുടെ അതുല്യമായ പദവികൾ നാം അനുഭവിക്കുമ്പോൾ തന്നെ മറുവശത്ത് ദുർഘട സമയങ്ങൾ നമ്മെ നിരന്തരം അലോസരപ്പെടുത്തുമെന്നർത്ഥം. 2 തിമോത്തിയോസ് 3:12 ക്രിസ്തയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് നൽകുന്നത് കാണുക. അതേ തുടർന്ന് പറയുന്നത് നാം പഠിച്ചും നിശ്ചയം പ്രാപിച്ചുമിരിക്കുന്ന തിരുവെഴുത്തുകളിൽ നിലനിൽക്കണം എന്നാണ്. ക്രിസ്തീയ ജീവിതം ആത്മാവിന്റെ സ്വാതന്ത്ര്യവും സന്തോഷവും പകരുന്നതാണ്. അതിനർത്ഥം അത് സുഖകരമായ ജീവിതം ആയിരിക്കും എന്നല്ല. ലോകത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവർ നേരിടാത്ത വെല്ലുവിളികൾ നാം നേരിടണം. അവർക്കില്ലാത്ത ആത്മീയ പോരാട്ടങ്ങൾ നാം നിരന്തരം അതിജീവിക്കണം. ദൈവപക്ഷത്തിൽ നിന്ന് നമ്മെ അകറ്റുവാൻ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന പ്രതിയോഗിയായ പിശാചിനോട് എതിർത്തു നിൽക്കണം. ഇവിടെല്ലാം നമുക്കാവശ്യമായ കൃപ ദൈവം പകരും. ആകയാൽ ആ കൃപയാൽ ശക്തിപ്പെട്ട് ദുർഘട സമയങ്ങളെ തരണം ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.